ഇറാനെ UAE ആക്രമിച്ചു. ഇറാനിലെ ഏറ്റവും വലിയ റിഫൈനറികളിലൊന്നായ ലവാൻ ഐലൻഡിലെ റിഫൈനറി നിന്ന് കത്തിയത് 10 ദിവസം. ഇതുവരെ സ്ഥിരീകരിക്കപ്പെടാത്ത ഈ വാർത്ത ലോകമാധ്യമങ്ങളെല്ലാം, വാഷിങ്ടൺ പോസ്റ്റ്, വാൾ സ്ട്രീറ്റ് ജേർണൽ അടക്കമുള്ള അമേരിക്കൻ പത്രങ്ങൾ, ടൈംസ് ഓഫ് ഇന്ത്യ, ഹിന്ദു അടക്കമുള്ള ഇന്ത്യൻ പത്രങ്ങളെല്ലാം സ്ഥിരീകരിച്ചിരിക്കുന്നു. ഒരു വല്ലാത്തൊരു കൗതുകവും കാവ്യനീതിയും ആയിട്ട് വ്യാഖ്യാനിക്കാവുന്നൊരു വാർത്തയാണിത്. നമുക്കറിയാം, ലോകത്തെ ഇസ്ലാമിൻ്റെ ഏറ്റവും വലിയ ശത്രുവാണ് ഇസ്രയേൽ. ഈ ആക്രമണത്തിന് UAEക്ക് എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുത്തത് ഇസ്രയേലാണ് എന്നുകൂടി വാർത്തയിൽ പറയുന്നുണ്ട്. അപ്പോൾ വല്ലാത്ത കൗതുകമുണ്ട്, ആശങ്കയല്ല. എന്നെ സംബന്ധിച്ച് എനിക്ക് വലിയ സന്തോഷമാണ്. കാരണം UAE എന്ന് പറയുന്ന രാജ്യം നമ്മുടെ രാജ്യത്തെ നിന്ന് ലക്ഷക്കണക്കിന് ആളുകൾ, മലയാളികൾ ഉൾപ്പെടെ ലക്ഷക്കണക്കിന് ആളുകൾ ജോലി ചെയ്യുന്ന, സമാധാനത്തോടെ ജീവിക്കുന്ന രാജ്യമാണ് UAE. ഇന്ത്യയുമായി ഏറ്റവും വലിയ ആത്മബന്ധമുള്ള രാജ്യം. ആ രാജ്യത്തേക്ക് ഈ യുദ്ധം ആരംഭിച്ചതിന് ശേഷം ഫെബ്രുവരി 28 ശേഷം 2800-ലേറെ മിസൈലുകളും ഡ്രോണുകളുമാണ് ഇറാൻ എന്ന് പറയുന്ന രാജ്യം അയച്ചത്. വലിയ പരിക്കുകൾ പറ്റി, മരണങ്ങളുണ്ടായി, നാശനഷ്ടങ്ങളുണ്ടായി. എന്തിന്? അവർ പറയുന്നത് അമേരിക്കയ്ക്ക് അവിടെയുള്ള ക്യാമ്പുകളാണ് ആക്രമിച്ചതെന്ന് പറയുന്ന ഇറാൻ പക്ഷേ ആക്രമണം നടത്തിയത് ഹോട്ടലുകളിൽ, ജനവാസ കേന്ദ്രങ്ങളിൽ, സാമ്പത്തിക കേന്ദ്രങ്ങളിലൊക്കെ ആക്രമിച്ചു. ഇറാൻ എന്ന മുസ്ലിം രാഷ്ട്രത്തിന് മറ്റൊരു മുസ്ലിം രാഷ്ട്രമായ UAE എന്ന് പറയുന്ന രാജ്യത്തോട് തീർത്താൽ തീരാത്ത പകയാണ്. അതിന് കാരണം അന്വേഷിച്ച് പോകുമ്പോൾ അത് നമ്മൾ ഏതാനും വർഷങ്ങൾ പിന്നിലേക്ക് സഞ്ചരിക്കണം. 2020. പല കാരണങ്ങളുണ്ട്. അടിസ്ഥാനപരമായി ഇറാൻ ഷിയ രാജ്യമാണ്, UAE അടക്കമുള്ള രാജ്യങ്ങൾ സുന്നി രാജ്യങ്ങളാണ്. അതിൻ്റെ പക, വംശീയമായ ഗോത്രപ്പക ഒരു കാരണം. അതുകൂടാതെ 2020 സംഭവിച്ച വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവം, അന്നും ട്രംപാണ് അമേരിക്കൻ പ്രസിഡന്റ്. ട്രംപ് അമേരിക്കൻ പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ അബ്രഹാം അക്കോർഡ് ഒപ്പുവെച്ചു. അബ്രഹാം അക്കോർഡ് എന്ന് പറയുന്നത് ഇസ്രയേലുമായി ഗൾഫ് രാജ്യങ്ങൾക്ക്, പ്രത്യേകിച്ച് സൗദി അറേബ്യയ്ക്കും UAEക്കുമുള്ള ശത്രുത അവസാനിപ്പിച്ച് സഹകരണവും സഹവർത്തിത്വവും ഉറപ്പാക്കുന്നതിനുള്ള ഒരു കരാറായിരുന്നു. അതിൻ്റെ ഭാഗമായി കരാറിൽ ഒപ്പുവെക്കുകയും ആദ്യമായി ഇസ്രയേൽ എന്ന് പറയുന്ന രാജ്യത്തിന് ഒരു നയതന്ത്ര കേന്ദ്രം സ്വന്തം രാജ്യത്ത് അനുവദിക്കുകയും ചെയ്തത് UAE ആണ്. അതുകൂടാതെ വലിയ മാറ്റം ഉണ്ടാക്കി. ജൂതന്മാരെ വളരെ മോശപ്പെട്ട ആളുകളും ക്രിമിനലുകളുമായി ചിത്രീകരിക്കുന്ന വീഡിയോകളും ടെലിവിഷൻ പരമ്പരകളൊക്കെ സൗദി അറേബ്യയിലും UAEയിലും ഒക്കെ ഉണ്ടായിരുന്നത് മാറി അവരെ സാധാരണ മനുഷ്യരെ പോലെ ചിത്രീകരിക്കുന്ന, നന്മയുടെ പ്രതീകമായി കാണിക്കുന്ന പരമ്പരകൾ വന്നു തുടങ്ങി. അങ്ങനെ അബ്രഹാം അക്കോർഡ് എന്ന് പറയുന്നത് കാലങ്ങളായി മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു രാജ്യത്തെ ശത്രുവായി കണ്ട് നിരന്തരം ആക്രമണങ്ങൾ, സാമ്പത്തികമായും സൈനികമായുമുള്ള ആക്രമണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ലോകക്രമത്തെ മാറ്റാനുള്ള ശ്രമമായിരുന്നു ട്രംപിൻ്റെ അബ്രഹാം അക്കോർഡ്. അന്നു മുതൽ ഇറാന് UAEയുടെ പകയാണ്. ആ പക തീർക്കാൻ വേണ്ടി ഇവർ ആവുന്നതെല്ലാം ചെയ്തുകൊണ്ടിരുന്നു, ആ രാജ്യത്തെ തകർക്കാൻ വേണ്ടി. നമുക്കറിയാം, ഇപ്പം ദുബായ് എന്ന് പറയുന്ന UAEയിലെ എമിറേറ്റ്, അത് ഈ പറഞ്ഞ പോലെ എണ്ണയുള്ള രാജ്യമൊന്നുമല്ല. അതുകൊണ്ട് തന്നെ തങ്ങളുടെ സംസ്ഥാനത്ത് അല്ലെങ്കിൽ എമിറേറ്റിൽ എണ്ണയില്ലാത്തത് കൊണ്ട് അതിജീവിക്കാൻ, പിടിച്ചു നിൽക്കാൻ, പണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മറ്റു മാർഗങ്ങൾ എന്തൊക്കെ ചെയ്യാം എന്ന് കണക്കിലെടുത്ത് ലോകത്തിന് മുന്നിൽ UAE ദുബായിയുടെ വാതായനങ്ങൾ തുറന്നിട്ട് കൊടുത്തു. ലോകത്തെ ഏറ്റവും ആധുനികമായ ഒരു പ്രദേശമായി ദുബായ് മാറി. ലോക സമ്പദ്ഘടനയുടെ തന്നെ കേന്ദ്രബിന്ദുവായി ദുബായ് മാറി. അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ, നമ്മുടെ സഹോദരങ്ങൾ ഉൾപ്പെടെയുള്ള ലക്ഷക്കണക്കിന് ആളുകൾക്ക് ദുബായിലും UAEയിലെ മറ്റ് എമിറേറ്റ്സിലുമൊക്കെ സമാധാനത്തോടെ മനുഷ്യരായ അന്തസ്സോടെ ജീവിക്കാൻ കഴിയുന്നത്. അത്തരമൊരു രാജ്യം മുന്നോട്ട് വെക്കുന്ന ആശയങ്ങളോട് ഇറാനിലെ മത തീവ്രവാദികളായ ഭരണകൂടത്തിന്, ഖമനേയിയുടെ ഭരണകൂടത്തിന് എക്കാലത്തും പകയായിരുന്നു. അതുമാത്രമല്ല, എന്നും ഇറാൻ പറയും ഇസ്രയേലികളുടെ പങ്കാളിത്തം കൊണ്ടാണ് UAE മുന്നോട്ട് പോകുന്നത്. ഇസ്രയേൽ സൈന്യം UAEയിൽ ഉണ്ട് എന്ന് നിരന്തരം ഇറാൻ ആക്ഷേപിച്ചിരുന്നു. പക്ഷേ ഇപ്പോൾ ഇന്നലെ ഉണ്ടായ 2 പ്രധാനപ്പെട്ട സംഭവങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട്, ഈ വെളിപ്പെടുത്തലിന് തൊട്ടു പിന്നാലെ മറ്റു 2 വെളിപ്പെടുത്തലുകൾ വന്നിരിക്കുന്നു. ഐക്യരാഷ്ട്രസഭയിൽ US സ്ഥാനപതിയായ മൈക്ക് വാട്സ് പറഞ്ഞിരിക്കുന്നു, അമേരിക്കൻ സൈന്യം മാത്രമല്ല, ഇസ്രയേലിൻ്റെ സൈന്യവും UAEയിലുണ്ട്. ഇറാൻ്റെ ആക്രമണം ആരംഭിച്ചതിന് ശേഷവും അതിനു മുമ്പും തന്നെ അയൺ ഡോം അടക്കമുള്ള വ്യോമ പ്രതിരോധ സന്നാഹങ്ങൾ ഇസ്രയേൽ UAEക്ക് കൊടുത്തിട്ടുണ്ട്. അത് പ്രവർത്തിപ്പിക്കാനുള്ള വിദഗ്ധന്മാരുണ്ട്.
അതിന് പറ്റുന്ന അനുയോജ്യമായ തരത്തിലുള്ള സൈനിക വിന്യാസവും ഇസ്രയേൽ UAE യിൽ നടത്തിയിട്ടുണ്ട് എന്ന് ഐക്യരാഷ്ട്രസഭയിൽ മൈക്ക് വാട്സ് പറഞ്ഞിരിക്കുന്നു. മൈക്ക് ഹക്കബി എന്ന് പറയുന്ന പ്രതിരോധ വിദഗ്ധനും പറഞ്ഞിരിക്കുന്നു, ഈ വർഷങ്ങളായിട്ടുള്ള ഇറാഖിൻ്റെ ഈ ആക്ഷേപം ശരിയാണ്, ഇസ്രായേൽ സൈന്യത്തിൻ്റെ സാന്നിധ്യം UAE യിലുണ്ട് എന്ന് പറഞ്ഞിരിക്കുന്നു. ഇതൊരു വലിയ മാറ്റമാണ്. ലോകത്തിലെ ഏക ജൂതരാഷ്ട്രത്തെ എങ്ങനെയും ഇല്ലാതാക്കണം, നദി മുതൽ കടൽ വരെ വേണം, പലസ്തീൻ ഇസ്ലാമിക രാജ്യം എന്ന് വാദിക്കുന്ന രാജ്യങ്ങളാണ് ലോകത്തിലെ എല്ലാ ഇസ്ലാമിക രാജ്യങ്ങളും. അങ്ങനെയുള്ള ഇസ്ലാമിക രാജ്യങ്ങളിൽ ഏറ്റവും സമ്പന്നമായ ഏറ്റവും കരുത്തുറ്റ രാജ്യങ്ങളിലൊന്നായ UAE ഇസ്രയേലിന് സൈനിക താവളം കൊടുത്തിരിക്കുന്നു. ഇസ്രയേലിൻ്റെ ആയുധങ്ങളും വിമാനങ്ങളും മറ്റ് സഹായവും കൂടി ഉപയോഗിച്ച് ഇറാനിൽ ചെന്ന് അവരുടെ ലാവൻ ദ്വീപിലെ ഇറാൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട എണ്ണ ശുചീകരണ ശാലകളിൽ ഒന്ന്, റിഫൈനറികളിൽ ഒന്ന് കത്തിച്ചു കളഞ്ഞു എന്ന് കേൾക്കുമ്പോൾ അതിന് വല്ലാത്തൊരു കൗതുകമുണ്ട്. കാരണം ലോകക്രമം മാറുകയാണ്. ഇനി മതത്തിൻ്റെ പേരിൽ പരസ്പരം വൈരം തീർക്കാൻ, ഏറ്റുമുട്ടാൻ, കൊന്നൊടുക്കാൻ ഇനി തങ്ങളില്ല എന്ന് UAE പറഞ്ഞിരിക്കുന്നു. വലിയ മാറ്റമാണ്. UAE എന്ന് പറയുന്ന രാജ്യം ഇന്നിപ്പോൾ ലോകത്തിലെ ഇസ്ലാമിക രാജ്യങ്ങളിൽ ഏറ്റവും വേഗത്തിൽ മാറിക്കൊണ്ടിരിക്കുന്ന രാജ്യം UAE ആണ്. സൗദി അറേബ്യ പോലും അതിൻ്റെ പിന്നാലെ വന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. UAE യിൽ ഉണ്ടായിരിക്കുന്ന മാറ്റം, UAE യിൽ എത്രയോ കാലങ്ങൾക്ക് മുമ്പ് ഹിന്ദു ക്ഷേത്രങ്ങളുണ്ടായിരുന്നു. UAE യിൽ എത്രയോ കാലങ്ങളായി UAE കേരളത്തിലെ ആളുകൾ എടുത്തണിഞ്ഞിരിക്കുന്ന കറുത്ത പർദ്ദ ദൂരെ കളഞ്ഞിട്ട് എത്ര കാലമായി? UAE യിൽ എത്രയോ കാലമായി UAE ഭരണാധികാരികൾ, അവരുടെ കുടുംബാംഗങ്ങൾ, അവിടുത്തെ സ്ത്രീകൾ മനുഷ്യരെ പോലെ ജീവിക്കുന്നു. UAE യിലാണ് അവിടുത്തെ ഭരണാധികാരിയുടെ ഭാര്യ ഭർത്താവിനെ ഉപേക്ഷിച്ച് വേറെ വിവാഹം കഴിച്ചത് ഉൾപ്പെടെയുള്ള വാർത്തകൾ വന്നത് നമ്മൾ കേട്ടതാണ്. അപ്പോൾ UAE വല്ലാതെ മാറുകയും ഇസ്ലാമിക ശരീഅത്തിൻ്റെ ചട്ടക്കൂട് മനുഷ്യൻ്റെ സമസ്ത ജീവിത മേഖലകളിലും ഞെക്കിക്കൊല്ലാനുള്ളതല്ല എന്ന് തെളിയിച്ചു കൊണ്ടിരിക്കുന്ന രാജ്യമാണ് UAE. ആ UAE ഇപ്പോൾ പറയുന്നു, ജൂതൻ ഞങ്ങളുടെ ശത്രുവല്ല, ജൂതരാഷ്ട്രം ഞങ്ങളുടെ ശത്രു അല്ല, വേണ്ടി വന്നാൽ ജൂതരാഷ്ട്രത്തിൻ്റെ സഹായം തേടിക്കൊണ്ട് തീവ്ര ഇസ്ലാമിസം പറയുന്ന രാജ്യത്തെ ഞങ്ങൾ ആക്രമിക്കും. പക്ഷേ ഇതിനകത്ത് അത്തരം പ്രത്യയശാസ്ത്രമൊന്നും നോക്കണ്ട. UAE സംബന്ധിച്ച് UAE അങ്ങ് മടുത്തുന്നേ. നോക്കൂ, 2 മാസത്തിനുള്ളിൽ 2800 ആക്രമണങ്ങൾ, മിസൈൽ ആക്രമണങ്ങൾ, ഡ്രോൺ ആക്രമണങ്ങൾ ഒരു രാജ്യത്തേക്ക് നിരന്തരം വന്നുകൊണ്ടിരുന്ന ആ രാജ്യം എങ്ങനെ അതിജീവിക്കും? അവരെങ്ങനെ പിടിച്ചു നിൽക്കും? അതാണ് MBZ, നമ്മുടെ പ്രധാനമന്ത്രിയുടെ ആത്മസുഹൃത്തായ നഖിയാൻ പറഞ്ഞത്. ഞങ്ങളുടെ ക്ഷമ എന്ന് പറയുന്ന ദൗർബല്യമൊന്നുമല്ല, എന്തു ചെയ്യണമെന്ന് ഞങ്ങൾക്കറിയാം, വേണ്ട സമയത്ത് ഞങ്ങളത് ചെയ്തിരിക്കുമെന്ന് MBZ പറഞ്ഞിരുന്നു. ആ പറയുക മാത്രമല്ല, അത് പ്രാവർത്തികമാക്കുകൂടി ചെയ്തു എന്നാണിപ്പോൾ ലോക മാധ്യമങ്ങളിൽ ഈ വാർത്ത വന്നു നിറയുന്നത്. ഇറാൻ എന്ന് പറയുന്ന തെമ്മാടി രാഷ്ട്രത്തെ നിലയ്ക്ക് നിർത്താൻ ഇസ്ലാമിക രാജ്യമാണെങ്കിൽ കൂടിയും ഞങ്ങൾ മടിക്കില്ല എന്ന് UAE പ്രഖ്യാപിച്ചിരിക്കുന്നു. ഇതൊരു മാതൃകയാണ്. ഒരുപക്ഷെ നാളെ UAEക്കൊപ്പം സൗദി അറേബ്യയും ബഹ്റൈനും ഖത്തറും കുവൈറ്റ് എന്ന് പരാതി പറഞ്ഞിരിക്കുന്നു. കുവൈറ്റിൻ്റെ മുബാറക് അൽ കബീർ എന്ന് പറയുന്ന തുറമുഖം, ആ തുറമുഖത്തേക്ക് ഇറാൻ ഡ്രോൺ ആക്രമണം നടത്തിയിരിക്കുന്നു. അപ്പം ഗൾഫ് മേഖലയിലുള്ള എല്ലാ രാജ്യങ്ങളെയും ഈ അമേരിക്ക ഏകപക്ഷീയമായി വെടിനിർത്തൽ പ്രഖ്യാപിച്ചിട്ടും ഇടയ്ക്കിടയ്ക്ക് രാവിലെ ഉച്ചയ്ക്കും വൈകിട്ടും മിസൈൽ അയച്ച് ചൊറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഈ തെമ്മാടി രാഷ്ട്രം, ഈ മതഭീകര രാഷ്ട്രം. ഇപ്പോൾ കേരളത്തിൽ ഉള്ള ആളുകൾ ഇതിനെ എങ്ങനെ കാണുമെന്ന് എനിക്കറിയില്ല. കാരണം കേരളത്തിൽ UAE യിൽ സൗദി അറേബ്യയിലൊക്കെ ജീവിക്കുന്ന ലക്ഷക്കണക്കിന് ആളുകളുണ്ട് കേരളത്തിൽ നിന്ന് ജോലി ചെയ്യുന്നവർ. അവരുടെ ബന്ധുക്കളുമുണ്ട്. അവരുടെ ബന്ധുക്കളൊക്കെ ഇവിടെ ഇരുന്നിട്ട് ഇറാനെ സ്തുതിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം ഇവർക്കിപ്പോൾ കുറേ കാലമായി സൗദി അറേബ്യയുടെ പോക്ക് ശരിയില്ല. സൗദി അറേബ്യ എന്ത് ചെയ്യുന്നു? സ്ത്രീകൾക്ക് ഡ്രൈവിംഗ് ലൈസൻസ് കൊടുക്കുന്നു, വിദേശത്ത് നിന്ന് വരുന്നവർ ഈ ചാക്കിക്കയറി നടക്കണ്ട എന്ന് പറയുന്നു. വളരെ ലിബറലൈസ് ചെയ്തുകൊണ്ട് MBS മുഹമ്മദ് ബിൻ സൽമാൻ എന്ന് പറയുന്ന ലോകത്തെ ഏറ്റവും പ്രതീക്ഷ നൽകുന്ന ഭരണാധികാരികളിൽ ഒരാളായ MBS സൗദി അറേബ്യയെ വലിയ തോതിൽ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അത് അവർക്ക് സൂഹിക്കുന്നില്ല. UAE പണ്ടേ മാറിക്കഴിഞ്ഞു. UAE അബ്രഹാം അക്കോഡ് ഒപ്പുവെക്കുകയും ഇനിയിപ്പോൾ ഇസ്രായേലി സൈന്യത്തിന് അവിടെ ആസ്ഥാനം കൊടുക്കുകയും ചെയ്തിരിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ ഇവർക്ക് ഈ അറബി രാജ്യങ്ങളോട്, ഗൾഫ് രാജ്യങ്ങളോട് വല്ലാത്ത പകയുണ്ടാകും. ഈ പക ഇവർ വിദ്വേഷം വിളിച്ചു പറയുന്ന ആളുകളെ അവിടുന്ന് പുറത്താക്കാനുള്ള നടപടി UAE സ്വീകരിച്ചുകൊണ്ടിരിക്കുക. 1000 പാകിസ്ഥാനികളെ കയറ്റിവിട്ടു. 15,000 പേരുടെ പട്ടികയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഉറപ്പായും അതിൽ നമ്മുടെ നാട്ടിലെ സുഡാപ്പികളും ഉണ്ടാവും. ഏതായാലും കേരളത്തിലിരുന്ന് ഈ ഒരു 2 വർഷം മുമ്പ് വരെ
സംഘപരിവാറുകാരെയൊക്കെ ആക്ഷേപിക്കാൻ, നീയൊക്കെ അവിടെ ഇരുന്ന് സംഗീതം പറഞ്ഞോടാ, പറയുന്നത് അറബിയുടെ ഞങ്ങളുടെ രാജ്യത്തിരുന്ന് പണിയെടുത്ത് ഞങ്ങളുടെ റിയാൽ വാങ്ങി തിന്നിട്ടാണെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആശാന്മാരെ ഇപ്പം കാണാനില്ല, പൊടി പോലും ഇല്ല കണ്ടുപിടിക്കാൻ, അനിക്സ്പ്രേ പോലെയാണ്. അപ്പോൾ അവർക്ക് ആനന്ദക്കണ്ണീര് നമ്മൾ പൊഴിക്കുമ്പോൾ അവർക്ക് നെഞ്ചത്തടിച്ച് നിലവിളിക്കാനുള്ള 2 വാർത്തകളാണ് ഇപ്പോൾ ലോക മാധ്യമങ്ങളിൽ വന്നു നിറയുന്നത്. ഇറാനെ UAE ആക്രമിച്ചു. UAE എന്ന് പറയുന്ന രാജ്യം, ഞാനിങ്ങനെ അത്ഭുതപ്പെടുകയായിരുന്നു. ഒരു വലിയ രാജ്യമാണ്, അത്യാവശ്യം വേണ്ട സൈനിക ശേഷിയുണ്ട്, മാത്രമല്ല പൈസയും ഉണ്ട്, ആവശ്യത്തിന് പണവും ഉണ്ട്. എന്നിട്ട് ഈ തെമ്മാടി രാഷ്ട്രത്തിൻ്റെ അടി ഇങ്ങനെ മേടിച്ചുകൊണ്ട് കൈകെട്ടിയിരിക്കുന്നത്, സഹിച്ചിരിക്കുന്നത് എന്തിനാണെന്ന് പലകുറി ഞാൻ ആലോചിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരുപക്ഷെ അമേരിക്ക ഞങ്ങൾ നോക്കിക്കോളാം എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണെന്നാണ് ഞാൻ കരുതിയത്. പക്ഷേ ഇപ്പോൾ വരുന്നു, പണി കൊടുത്തിരുന്നു. ട്രംപ് വെടിനിർത്തൽ പ്രഖ്യാപിക്കുന്നതിന് തൊട്ട് മുമ്പാണ് UAE വിമാനങ്ങൾ പറന്ന് ചെന്ന് ലാവൻ ഐലൻഡിനെ കത്തിച്ച് കളഞ്ഞതെന്നാണ് ഇപ്പോൾ വരുന്ന വാർത്ത. ഏതായാലും വലിയ സന്തോഷകരമായ വാർത്തയാണ്. കാരണം നമ്മുടെ രാജ്യത്തെ ലക്ഷക്കണക്കിന് ആളുകൾ സമാധാനത്തോടെ ജീവിക്കുന്ന ഒരു രാജ്യത്തേക്ക് നിരന്തരം ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു തെമ്മാടി രാഷ്ട്രത്തെ, ഒരു മതഭീകര രാഷ്ട്രത്തെ ആ രാജ്യം തിരിച്ചടിച്ചുവെങ്കിൽ അത് വലിയ സന്തോഷകരമാണ്. ഉറപ്പായിട്ടും നമ്മുടെ പ്രധാനമന്ത്രിക്ക് ഈ കാര്യം അറിയാമായിരിക്കാം. നഖിയാൻ ഉറപ്പായിട്ടും വിളിച്ച് പറഞ്ഞിട്ടുണ്ടാവും. മറ്റൊരു കാര്യം കൂടി ആലോചിക്കണം, പാകിസ്ഥാനാണല്ലോ ഇതിൻ്റെ പിന്നിൽ കളിക്കുന്നത്. ഇപ്പോൾ പാകിസ്ഥാനെക്കുറിച്ചുള്ള വാർത്ത വന്നിട്ടില്ലേ? പാകിസ്ഥാൻ എന്ത് ചെയ്തു? പാകിസ്ഥാൻ മധ്യസ്ഥൻ്റെ വേഷം ചമയുന്നു. മധ്യസ്ഥൻ്റെ വേഷം ചമച്ചിട്ട് ഇറാൻ്റെ വിമാനങ്ങൾ അമേരിക്കൻ ആക്രമണത്തിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടിയിട്ട് നൂർഖാൻ എയർബേസിൽ കൊണ്ട് സംരക്ഷിച്ചു. ഇതിപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. അപ്പോൾ കൂടെ നിന്നിട്ട് ഒറ്റുന്ന പണിയാണ് പാകിസ്ഥാൻ ചെയ്തിരിക്കുന്നതെന്നും അമേരിക്ക തിരിച്ചറിഞ്ഞിരിക്കുന്നു. ഇത് മറ്റൊരു കാര്യമുണ്ട്, ഇത് പറയുമ്പോൾ ഇത് പണ്ട് വരെ ചെയ്തിട്ടുണ്ട്. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ 1971 യുദ്ധം ഉണ്ടായപ്പോൾ ഈ പണി പാകിസ്ഥാൻ ചെയ്തിട്ടുണ്ട്. പാകിസ്ഥാൻ്റെ യുദ്ധവിമാനങ്ങളെല്ലാം കൊണ്ടുപോയി ഇറാനിൽ ഒളിപ്പിച്ചു. 71 ചെയ്തതിന് തിരിച്ച് ഇറാൻ സഹായം ചോദിച്ചു. ഈ അമേരിക്ക ഞങ്ങളെ അടിച്ച് പൊടിക്കും, ഞങ്ങളുടെ കപ്പലെല്ലാം മുക്കി, എനിക്ക് വളരെ കുറച്ച് വിമാനമേ ഉള്ളൂ, ഇത് ഈ വെടിനിർത്തലിൻ്റെ ഗ്യാപ്പിൽ ഇതൊന്ന് ഒളിച്ചു വെക്കാൻ സഹായം വേണം എന്ന് ആവശ്യപ്പെട്ടപ്പോൾ ഇറാൻ അന്ന് സഹായിച്ചിട്ടുണ്ട്. അത് മാത്രമല്ല, അന്നിപ്പോൾ നമ്മൾ പറയുന്നത് അമേരിക്കയിലുള്ള പഹ്ലവി ഉണ്ടല്ലോ, ഈ ഇറാനിലെ സർക്കാർ വീണാൽ പുതിയ പ്രസിഡൻ്റായിട്ട് വരാൻ കാത്തിരിക്കുന്ന അമേരിക്കയിൽ ജീവിക്കുന്ന പഴയ ഷാ രാജവംശത്തിലെ ഇപ്പോഴത്തെ പിന്തുടർച്ചാവകാശി, അയാളായിരുന്നു ഒന്ന് ഭരണാധികാരി. അയാൾ ചെയ്തതറിയാമോ? ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ യുദ്ധമുണ്ടായിരുന്നപ്പോൾ ഇറാൻ ഹെലികോപ്റ്ററുകൾ വിട്ടുകൊടുത്തു പാകിസ്ഥാന്. അവരുടെ യുദ്ധവിമാനങ്ങളെ കൊണ്ടുവന്ന് ടെഹ്റാനിൽ ഒളിപ്പിച്ചു. അതുകൂടാതെ ആയുധങ്ങൾ കൊടുത്തു ഇന്ത്യക്കെതിരെ. അത് വെച്ച് നോക്കുമ്പോൾ തമ്മിൽ ഭേദം ഖമനയി ആണെന്ന് പറയാം. ഖമനയി പിന്നെ കാശ്മീർ പാകിസ്ഥാൻ്റെ ആണ് എന്നൊക്കെ പ്രസ്താവന ഇറക്കിയതേ ഉള്ളൂ, അല്ലാതെ നേരിട്ട് നമ്മളെ ആക്രമിക്കാനൊന്നും വന്നിട്ടില്ല. പക്ഷെ നേരിട്ട് നമുക്കെതിരെ പാകിസ്ഥാന് ഇപ്പോൾ തുർക്കി സഹായിച്ചതുപോലെ അന്ന് സഹായിച്ചവരാണ് പഹ്ലവി, ഷാ രാജവംശം, ഷായുടെ സർക്കാർ. അത് നമ്മൾ മറക്കാൻ പാടില്ല. അപ്പോൾ പാകിസ്ഥാൻ ഇറാന് കൊടുത്ത സഹായം പണ്ട് പാകിസ്ഥാനെ സഹായിച്ചതിന് തിരിച്ച് ഇറാൻ ചോദിച്ചിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ലോക രാഷ്ട്രീയത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടായിരിക്കുന്നു. ഏതായാലും വലിയ സന്തോഷകരമായ വാർത്തയാണ്. എനിക്ക് UAE തിരിച്ചടിച്ചു, ആ തിരിച്ചടി അനിവാര്യമായിരുന്നു. ആ തിരിച്ചടി നമ്മുടെ സഹോദരങ്ങളെ രക്ഷിക്കാൻ വേണ്ടി കൂടിയുള്ളതാണ് എന്ന് വരുമ്പോൾ സന്തോഷമുണ്ടാകാതിരിക്കുന്നത് എങ്ങനെയാണ്? പ്രിയപ്പെട്ട പ്രേക്ഷകരെ, എനിക്ക് തോന്നുന്നു മലയാളത്തിൽ ഈ വാർത്ത ആദ്യം ബ്രേക്ക് ചെയ്യുന്നത് നമ്മളാണ്. ഇംഗ്ലീഷ് മാധ്യമങ്ങളിലെല്ലാം വന്നിട്ടുണ്ട്. കേരളത്തിൽ ഇത് വാർത്ത കൊടുക്കത്തില്ല. കാരണം എന്നറിയോ? കേരളത്തിൽ ഈ വാർത്ത കൊടുത്താൽ ഇവിടെ ഉള്ള സുഡാപ്പി കുഞ്ഞുങ്ങൾക്ക് നോവും, വേദനിക്കും. അതുകൊണ്ട് വാർത്ത കൊടുക്കത്തില്ല. പക്ഷേ അത് മൂടി വെക്കേണ്ട കാര്യമല്ലല്ലോ, അറിയേണ്ട കാര്യമല്ലേ. ലോകമെല്ലാം അറിയണം, മലയാളി ഉള്ളിടത്തെല്ലാം അറിയണം, ഗൾഫിലുള്ളവരും അറിയണം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഞങ്ങൾ ഈ വാർത്ത നിങ്ങളിലേക്ക് എത്തിക്കുന്നു. ഇത്തരം വാർത്തകൾ തുടർന്നും ഞങ്ങൾ എത്തിച്ചുകൊണ്ടിരിക്കും. ഞങ്ങളുടെ ചാനൽ ഇന്ത്യ ലൈവ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നുപോയവരുണ്ടെങ്കിൽ ഉറപ്പായും ഇപ്പോൾ തന്നെ ചെയ്യണേ.